രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. എന്റെ അമ്മയെ പ്രാണനെ കഴിച്ചതിനേക്കാൾ കൂടുതൽ 1000 ഇരട്ടി. പിന്നെ ഇപ്പൊ ഞാൻ ഇഞ്ചക്ട് ചെയ്തത് ഒരു മരുന്നാണ്. അതും ഈ ഉണ്ണിയുടെ ഐഡിയയിൽ. ഈ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് ഒരു 2 മിനിറ്റിനുള്ളിൽ പതിയെ ശരീരം വേദനിക്കാൻ തുടങ്ങും. അതുപോലെ പതിയെ ശരീരത്തിൽ ഓരോ നരമ്പുകളും പൊട്ടിക്കൊണ്ടിരിക്കും. പൊട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊഴുകി പോകും. അത്രയും കേട്ടതും ആരുഷിക്കടുകളാ വിറച്ചുപോയി. 2 ദിവസം ഉണ്ടാകും ഇതിന്റെ എഫക്റ്റ്. എത്രയും പെട്ടെന്ന് മരിക്കാൻ പ്രാർത്ഥിക്ക്. ഇതേ സമയം ധ്രുവദേവിന്റെ അടുത്തേക്ക്. നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല, പക്ഷെ എന്റെ പ്രാണനെയാണ് സ്വാതിക്ക് കൊണ്ടുപോയത്. ഡേവിഡ് അവനെ കണ്ണും വീഴ്ച നോക്കി. നീ എന്താ കരുതിയേ? ഞങ്ങളൊന്നും അറിയില്ലായിരുന്ന? എന്നാ നീ കേട്ടോ, എല്ലാം ഞങ്ങളുടെ തന്നെ പ്ലാനായിരുന്നു. നീയൊക്കെ വന്ന് വീണത്. ഡേവിഡ് ഞെട്ടി അവനെ നോക്കി. ധ്രുവിന്റെ കയ്യിൽ ഒരു ബോക്സ് കണ്ടതും ഡേവിഡ് സംശയത്തോടെ നോക്കി. നീ പേടിക്കണ്ട, ഇതൊരു പരീക്ഷണമാണ്. ആദ്യമായും അവസാനമായും നിന്റെ പിന്നെ അപ്പുറത്ത് കിടക്കുന്നവന്റെ ശരീരത്തിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആദ്യമൊന്നും വേദന ഉണ്ടാവില്ല, പക്ഷെ പിന്നീട് ഒന്ന് നിർത്തിക്കൊണ്ടവൻ ചിരിച്ചു. ഞാനായിട്ട് പറയണ എന്തിനാ, നീ തന്നെ അനുഭവിച്ചറിയും. ആ ബോക്സ് തുറന്ന് ഡേവിഡിന്റെ കാലിന്റെ സൈഡിൽ കൊണ്ടുവച്ചു. നിലത്ത് കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്. അനങ്ങാൻ സാധിക്കില്ല. ആ ബോക്സിൽ നിന്നും കുറെ കുഞ്ഞു പുഴുക്കളെല്ലാം പതിയെ നിരന്നിറങ്ങി. ഡേവിഡ് അവ വരുന്നതിനനുസരിച്ച് പതിയെ കാലും കയ്യൊക്കെ അനക്കാൻ തുടങ്ങി. നീങ്ങാനും എന്നൊക്കെ പറയുന്നുണ്ട്. പതിയെ അവ കാലിൽ കയറി ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇങ്ങനെ നിലവിളിക്കാതെ, ഇത് വെറും ഒരു പുഴുക്കളല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ കയറിയ നമ്മുടെ എല്ലാ മാംസവും പിന്നെ അവയവങ്ങളും കാർന്നു നിന്നുകൊണ്ടിരിക്കും. 3-4 ദിവസം കൊണ്ട് നിന്നെ പൂർണ്ണമായി തിന്നോളും. ധ്രുവ് അത്രയും പറഞ്ഞുകൊണ്ട് അവനെ സ്വതന്ത്രമാക്കി. ഡേവിഡ് ചാടാനും ഓടാനും പിന്നെ മതിലിൽ കയറി നിൽക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. ധ്രുവ് അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഡോർ ക്ലോസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഡേവിഡിൽ നിന്നും നിലവിളി ഉയർന്നു കേട്ടു. അലോക് വിവേകിന്റെ അടുത്തിരുന്നു. എന്താണ് വിവേക്? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ പെണ്ണിന്റെ പിന്നാലെ വരരുതെന്ന്. എന്നിട്ട് നീ കേട്ടോ? അന്ന് നിന്റെ ഞാൻ ഒരു കാല് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ ഇപ്പം നിന്നെ ഞാനങ്ങ് മുഴുവനായിട്ട് പഴലോകത്തേക്ക് അയക്കുക. വിവേകിന്റെ മുറിഞ്ഞ കാലിലെ ഭാഗത്തേക്ക് ഈ പുഴുക്കളെ ഇട്ടുകൊണ്ട് അലോക് നടന്നു. കൂടെ വിവേക് ഒരു കാലുകൊണ്ട് എഴുന്നേക്കാനൊക്കെ നോക്കുന്നുണ്ട്. നേരത്തെ ചൂടും നീറ്റലും എല്ലാം കൊണ്ട് ആകെ തളർന്നു. അലോക് പുറത്തേക്ക് ഇറങ്ങി തന്റെ മക്കളെ നോക്കി. 3 പേരെ ഒരു ഗ്ലാസ് മുറിയിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത്. 4 വശവും ഗ്ലാസിനാൽ ചുറ്റപ്പെട്ടത്. 3 പേർക്കും പരസ്പരം കാണാൻ സാധിക്കും. ആരുഷിയുടെ കയ്യിലെ ബന്ധനം മോചിപ്പിച്ചതും അവൾ ഉരുണ്ടു തുടങ്ങി. വേദനയാൽ അലറി വിളിച്ചു തുടങ്ങി. 3 പേരുടെ അലറിക്കരച്ചിൽ അവിടെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. അലോക് 2 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. എടാ ഉണ്ണി, ഇനി എൻ്റെ മോളെ കൊണ്ടുവാടാ. ഇനിയും കാത്തിരിക്കാൻ വയ്യ. ശരിയപ്പാ. ധ്രുവ് തൻ്റെ ഫാൽക്കിയെ നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവൻ ചിറകുകൾ വിടർത്തി മുകളിലേക്ക് പറന്നു. ഫാൽക്കിയെ ഫോളോ ചെയ്ത് ധ്രുവ് തൻ്റെ കാറിലും. ഒരുപാട് ദൂരം പറന്നതും അവനൊരു മരച്ചില്ലയിലിരുന്നു. അവൻ്റെ അവശത മനസ്സിലാക്കി ധ്രുവ് തൻ്റെ കാർ സൈഡാക്കി നിർത്തി. ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ട് ഫാൽക്കി അവൻ്റെ ശബ്ദം പുറപ്പെടുവിച്ച് അവനെ വിളിച്ചുകൊണ്ട് പറന്നു. ഫാൽക്കിയുടെ പിറകെ ധ്രുവ് കാറിൽ ഫോളോ ചെയ്തു. കൊടും കാട് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തെത്തിയതും ഫാൽക്കി ഒന്ന് നിന്നു. പതിയെ അവനെ നോക്കി. ചുണ്ടുകൾ തമ്മിലുരച്ചതും ധ്രുവ് പതിയെ കാർ സൈഡാക്കി പാർക്ക് ചെയ്തു. അവനെ പിന്തുടർന്ന് നടന്നു. ഫാൽക്കി അടുത്ത് നിന്നൊന്ന് ശബ്ദിച്ചതും അവനൊന്ന് അവിടെ തന്നെ അനങ്ങാതെ നിന്നു. ഒരു കല്ലെടുത്തെറിഞ്ഞതും അവിടെ ബോംബ് പൊട്ടി. ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ പോക്കറ്റിൽ ഒരു ബോൾ പോലുള്ള സാധനം എടുത്തെറിഞ്ഞതും ബോംബുള്ള സ്ഥലങ്ങളെല്ലാം റെഡ് ലൈൻ പോലെ തെളിഞ്ഞു. ധ്രുവ് അത് നോക്കി നടന്നു. അകത്തെത്തിയതും ഒരു വലിയ ഗേറ്റ്. അതിൽ തന്നെ എന്തൊക്കെയോ സെൻസറുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ധ്രുവ് ഫാൽക്കിയെ നോക്കി ഒന്ന് സിഗ്നൽ കാണിച്ചതും അവൻ തൻ്റെ കൊക്കുകൊണ്ട് ഒരു മരച്ചില്ല എടുത്ത് ആ സെൻസറിലേക്ക് എടുത്തെറിഞ്ഞു. പെട്ടെന്ന് ബീപ്പ് സൗണ്ട് കേട്ടതും സെക്യൂരിറ്റി വന്നതും ധ്രുവ് കയ്യിലെ മറ്റൊരു ബോൾ എടുത്തിട്ടു. ആ സെക്യൂരിറ്റിയെ ബോധം കെടുത്തി പതിയെ ആ മരത്തിൽ ചാരിക്കെടുത്തി അകത്തേക്ക് പ്രവേശിച്ചു. അകത്തൊന്നും ആരെയും കാണാതെ വന്നതും ധ്രുവ് പതിയെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഒന്ന് തിരിഞ്ഞു. ഒരു മുറി തുറന്നിട്ടിരിക്കുന്നത് കണ്ടവൻ അകത്തേക്ക് കയറിയതും കണ്ടു. സ്വാതിക് തൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും നടത്തുകയാണ്. ഹലോ സ്വാതിക്. മുന്നിലുള്ള ഗ്ലാസ് വാളിൽ നോക്കി ധ്രുവ് വിളിച്ചതും ഒരു നിമിഷം ഒന്ന് ഞെട്ടി. പിന്നെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടവൻ
അവന്റെ അരിയിലേക്ക് നടന്നു. വരണം വരണം മിസ്റ്റർ ധ്രുവേഷ് അലോക്. എന്താ സ്വാതിക്, ഇങ്ങനെയാണോ ഒരു പെണ്ണിനെ, അതും എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരുന്നേ? സോറി ധ്രുവ്, എനിക്ക് അവളെ പിരിയാൻ സാധിക്കില്ല. സോ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു. അപ്പൊ എങ്ങനെയാ? ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ നീ. ആരാണോ ജീവനോടെ ഇരിക്കുന്നത് അവന് മാത്രമേ അവളെ കൊണ്ടുപോകാൻ സാധിക്കൂ. അതെന്തായാലും നീ ആയിരിക്കില്ല ധ്രുവ്. അത് നമുക്ക് നോക്കാം. രണ്ടുപേരും പോരുകോഴികളെ പോലെ നിന്നു. സ്വാതിക് ചാടി എഴുന്നേറ്റ് ധ്രുവിന്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ധ്രുവ് ഒന്ന് പുറകിലേക്ക് ഉലച്ചു പോയെങ്കിലും ഒന്ന് ചവിട്ടി നിന്നുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. ധ്രുവ് അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് അവന്റെ വയറിലേക്ക് പഞ്ച് ചെയ്തു. സ്വാതിക് ഒന്ന് കുനിഞ്ഞു വയറും പൊത്തിപ്പിടിച്ചുകൊണ്ട് ചുമച്ചുപോയി. പിന്നെ രണ്ടും കൂടി പൊരിഞ്ഞ യുദ്ധമായിരുന്നു. മുഖത്തേക്ക് പഞ്ച് ചെയ്യുന്നു, നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുന്നു. രണ്ടുപേരും തുല്യ ശക്തികളെ പോലെ. രണ്ടുപേരും ഒന്ന് കിതച്ചു. ധ്രുവ് ഒന്ന് എഴുന്നേറ്റുകൊണ്ട് അവനെ മലർത്തിയടിച്ചു. അതോടെ സ്വാതിക്കിന്റെ ബോധവും പോയി. അതെ, ഒന്ന് നിന്നേ. ഐശുവിനെ അവന്റെ മുറിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുമ്പോഴാണ് അവൾ പുറകിൽ നിന്ന് വിളിക്കുന്നത്. എന്താടി ഡോ മനുഷ്യ, എന്താടി? ആ, ഇപ്പൊ ഓക്കെ. അവന്റെ കവളിൽ പിടിച്ച് മാന്തി പിച്ചി ഒരു കുത്തും വെച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞതു. അവൻ ദേഷ്യത്തോടെ നോക്കി. അതെ, നിങ്ങളുടെ മുഖം മൂടി വെച്ചോണ്ട് അങ്ങേര് വന്നതാണോ എന്നൊരു സംശയം. അതാ ഞാൻ കുത്തി നോക്കിയത്. ഒറ്റ വീക്ക് വന്നാലുണ്ടല്ലോ. മുട്ട് കൈ കൊണ്ട് ഓങ്ങിക്കൊണ്ട് അവൻ കാണിച്ചതും. സോറി, ഒരു സംശയം, അതാ. എന്നിട്ട് നിന്റെ സംശയം തീർന്നു? ആ, തീർന്നു. എന്നാലേ എന്റെ സംശയം തീർന്നില്ല എന്ന് പറഞ്ഞു മുഴുവിക്കും മുമ്പേ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി. ഇത്രയും ദിവസത്തെ വിരഹം ആ ചുംബനത്തിലൂടെ ഇരുവരും അകറ്റി. അവളുടെ ആത്മാവിനെ തന്നെ അവൻ ഊറ്റിക്കൊണ്ടുള്ള ചുംബനം. അവളിൽ ശ്വാസമെടുക്കാൻ പോലും സാധിച്ചില്ല. ഒടുവിൽ അവളെ പതിയൊന്ന് ചുംബിച്ചുകൊണ്ട് അവൻ വിട്ടകന്നു. നീ കാറിൽ കയറിയിരിക്കും. അതെ, കാറിൽ കയറിയിരുന്നുകൊണ്ട് ഐഷ വിളിച്ചു. കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളെ ഒന്ന് നോക്കി മൂളി. അങ്ങേരി എന്താ ചെയ്തേ? ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ട് കാറെടുത്ത്. അവന്റെ ഓർമ്മകൾ കുറച്ച് പുറകിലോട്ട് പോയി. സ്വാതിക്കിന്റെ ബോധം പോയതും ധ്രുവന്റെ മുറിയിലേക്ക് നടന്നു. അവനായി തന്നെ ഒരു കുരുക്കൊരുക്കിയിട്ടുള്ളതുപോലെ അവന്റെ ലെഫ്റ്റ് ഹാൻഡിൽ തള്ളവർ ധ്രുവ് അങ്ങ് മുറിച്ചെടുത്തു. അവന്റെ മുറിയൊന്ന് നിരീക്ഷിച്ചു ധ്രുവ്. പതിയെ ചൂളമടിച്ച് ഫാൽക്കിയെ വിളിച്ചതും അവൻ വേഗം പറന്ന് ജനാലയിൽ വന്നിരുന്നു. ധ്രുവ് കൈകൊണ്ട് കണ്ണു കാണിച്ചതും അവനൊരൊറ്റ കുത്തിന് സ്വാതിക്കിന്റെ ഇടത്തെ കണ്ണ് കുത്തിയെടുത്തു. അബോധാവസ്ഥയിലായതിനാൽ എന്തോ വേദന തോന്നി കണ്ണു തുറക്കാൻ നോക്കിയതും കണ്ണു കാണാൻ സാധിച്ചില്ല. കണ്ണിൽ നിന്നും ചോര ഒഴുകി. അവനിടത്തെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് അലറി. അപ്പോഴേക്കും ധ്രുവ് അടുത്ത സിഗ്നൽ നൽകിയതും അടുത്ത കണ്ണും കുത്തിയെടുത്തു. അവന്റെ ഗർജനം പോലുള്ള ശബ്ദം കേട്ടതും കാട്ടിലെ കിളികൾ വരെ പറന്നകന്നു. നിനക്കുള്ള ശിക്ഷ ഇതാണ്. നിനക്ക് ഞാൻ ദാ ഇവിടെ തന്നെ വിധിക്കുന്നു. കണ്ണില്ലാതെ നീ പുറത്തേക്ക് ഇറങ്ങി പോര്. പിന്നെ നിന്റെ ശവം കൊത്തുത്തി ഞാനൊരു പടയത്തിനോട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഫാൽക്കി, നീ ഇവിടെ വേണം. അവനൊരു സിഗ്നൽ കൊടുത്തതും അവൻ കൊക്കുകൾ ഉയർത്തി ശബ്ദിച്ചതും കുറച്ചു നേരം കഴിഞ്ഞ് 10 കഴുകന്മാർ സ്വാതിക്കിനെ വട്ടമിട്ടിരുന്നു. ചിലത് കയ്യിലും കാലിലും കൊത്തി വലിച്ചു തുടങ്ങി. സ്വാതിക്കിനൊന്നും കാണാൻ സാധിക്കുന്നില്ല. കൂടെ എവിടെയാണെന്നും അവൻ തന്നാലാകും വിധം എല്ലായിടത്തും കൈകൾ കൊണ്ട് പരതി തട്ടിത്തറഞ്ഞ് വീണുകൊണ്ടിരുന്നു. പക്ഷേ അവൻ തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും എത്തിച്ചേരും. ധ്രുവ് അവന്റെ വിരൽ ഉപയോഗിച്ച് ഡോർ തുറന്നു. അപ്പോൾ തന്നെ അത് ക്ലോസ് ആക്കുകയും ചെയ്തു. ധ്രുവ് അത്രയോ ഓർത്തതും അവനിൽ ഒരു വിജയിച്ചിരി ചിരിച്ചുകൊണ്ട് അവൻ കാറെടുത്തു. ഐശ്വനെ കൊണ്ടുവന്നത് മുതൽ അച്ചു അവളുടെ വയറിൽ തൊട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കണ്ണുകളും നിറയും. അച്ചു, ഒന്നുമില്ലടാ, ഞാൻ എൻ്റെ കുഞ്ഞ്. അവൾക്ക് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഐശ്വനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. നിന്റെ കുഞ്ഞിതേ ഇവിടെയുണ്ട്. എൻ്റെയും നിന്റെയും കുഞ്ഞൊന്നാ, ഒരു വ്യത്യാസവും ഇല്ല. ഐശു അച്ചുവിൻ്റെ കൈയെടുത്ത് തൻ്റെ വയലിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അതിനവളൊന്ന് ചിരിച്ചു. ഐശുവിനെ കെട്ടിപ്പിടിച്ചു. 3-ാമത്തെ ദിവസം ദശും അലോകും ധ്രുവും തൻ്റെ സങ്കേതത്തിൽ വന്നു. ഹേ ഡേവിഡ്, ധ്രുവ് വിളിച്ചതും ഡേവിഡ് ഒന്ന് നോക്കി. അരയ്ക്ക് കീഴ്പോട്ട് എല്ലാം പോയിട്ടുണ്ട്. അസ്ഥി മാത്രമേ ഉള്ളൂ. പിന്നെ കൈയും മുഖത്തിൻ്റെ ഒരു പാവവും വയറും എല്ലാം പുഴുക്കൾ തിന്നു തീർത്തു. ഒരു കണ്ണും കണ്ടാൽ പോലും അറപ്പ് തോന്നിക്കുന്ന വിധം. നിനക്ക് ഞാനൊരു ഗുഡ് ന്യൂസ് തരാമെന്ന് പറഞ്ഞില്ലേ, ദേ കാണ്. സ്ക്രീനിലൊരു വാർത്ത കാണിച്ചുകൊണ്ട് ധ്രുവ് കുറച്ച് മാറി നിന്നു. അറസ്റ്റിലായ MLA ഇന്നലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൻ്റെ പദവി നഷ്ടപ്പെട്ടതും അപമാനവും എല്ലാം കൊണ്ടും അദ്ദേഹം സ്വയം ചെയ്തതായിരുന്നു. യെസ്, അപ്പോൾ ശരി,
നീ മാത്രമേ ഇപ്പൊ ഇത്തിരി ജീവനുള്ളത്. ബാക്കി 3 മരിച്ചു. ധ്രുവും അലോകും ദശും. ബാക്കി 3 പേരുടെ മുറിയിൽ ഒരു സ്വിച്ച് അമർത്തിയതും ഒരു തരം ആസിഡ് ആ മുറി മൊത്തം പുക പോലെ നിറഞ്ഞിരുന്നു. അതിലെ ബാക്കിയുണ്ടായ പുഴുക്കളും എല്ലാം ചത്തു. മാംസം തിന്നുന്നതിനാൽ എല്ലാം തടിച്ചു കൊഴുത്തിരുന്നു. പുറത്തേക്ക് വിട്ട ഡേഞ്ചറസ് ആയതിനാൽ അവിടെ തന്നെ അതിനെ കൊന്നു. 2 ദിവസം കഴിഞ്ഞതും ധ്രുവ് വീണ്ടും വന്ന് ഡേവിഡിന്റെ മുറിയിൽ ആസിഡ് പുക നിറച്ച് എല്ലാത്തിനെയും കൊന്നു. വില്യമും മകനും ഇപ്പൊ സന്തോഷത്തിലാണ്. തന്റെ മകനെ തിരിച്ചു കിട്ടിയതിനാൽ അയാൾ ഇപ്പോൾ എല്ലാത്തിൽ നിന്നും പിന്മാറി ഒരു നല്ലൊരു അച്ഛനും ബിസിനസ്മാനുമായി മാറി. അതിന് മോൺസ്റ്ററിനോട് നന്ദി പറയുകയും ചെയ്തു. ദിവസങ്ങൾ ഓടി മറഞ്ഞു. ഐഷുവും ധ്രുവും ഒരുമിച്ച് കിടക്കുകയാണ്. അവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചാണ് കിടക്കുന്നത്. പെട്ടെന്നാണ് ഐഷു എഴുന്നേറ്റത്. അതറിഞ്ഞ ധ്രുവ് വേഗം പരിഭ്രമത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു, എന്താ ഐഷ, വേദനയുണ്ടോ? ഇല്ല ഉണ്ണിയേട്ടാ. പിന്നെ എനിക്കിപ്പൊ ചിക്കൻ ഫ്രൈ വേണം. എന്താ? ചെക്കൻ കണ്ണും മിഴിച്ചു നോക്കി. എനിക്കിപ്പൊ ചിക്കൻ ഫ്രൈ വേണോ? ഈ പാതിരാത്രിയിലാ? നാളെ മേടിച്ചേരാ. ഇപ്പൊ നീ ഉറങ്ങി. കണ്ടോ വാവേ, അച്ഛനമ്മയെ ഇഷ്ടമല്ല. ഇല്ല, ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്നേനെ. സാരമില്ല കേട്ടോ, നമുക്ക് അച്ഛനോട് മിണ്ടണ്ട. ഇഷ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? രാത്രി ആയതുകൊണ്ടല്ലേ. അത്ര രാത്രിയൊന്നും ആയിട്ടില്ല, ഐഷു പറഞ്ഞതും അവൻ വേഗം ഫോൺ എടുത്തു നോക്കി. വെളുപ്പിന് 3 മണി കാണിച്ചതും അവളെ തന്നെ അവൻ ആ ഫോൺ കാണിച്ചു കൊടുത്തു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്, രാത്രി ആയിട്ടില്ലെന്ന്. ഈ സമയം അവന് അച്ഛനന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. ഞാൻ എന്തു പറയാനാ, നീ തന്നെ തെരഞ്ഞെടുത്തതല്ലേ. ഒരു കാര്യം പറയാം, മോൻ അവൾക്കിട്ട് പണി കൊടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. നീ കൊടുക്കുന്ന പണികളെല്ലാം അവൾ ഓർമ്മയിൽ വെച്ച് ഒരു 18ന്റെ പണി അങ്ങ് തരും. ഈ വാക്കുകളെ എപ്പോഴും ഓർമ്മയിൽ വെച്ചേക്കണം. അല്ല വേണ്ട, സമയമാകുമ്പോൾ നിനക്ക് തന്നെ എൻ്റെ ഈ വാക്കുകൾ ഓർമ്മ വരും കേട്ടാ. അച്ഛൻ്റെ വാക്കുകൾ ഓർമ്മ വന്നതും അവനൊന്ന് തല കുടഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി. 1 മണിക്കൂർ കഴിഞ്ഞതും അവൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നു. ഐഷ വയറ് നിറച്ച് കഴിച്ചു. അപ്പം തന്നെ ബാത്റൂമിൽ പോയി അത് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു. ഇതിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി ആ ഹോട്ടലും കുത്തിത്തുറപ്പിച്ച് ഒരു ഷെഫിനെ കുത്തിപ്പൊക്കി ഉണ്ടാക്കിച്ചത്. അത് പിന്നെ ഇപ്പോഴാ സമാധാനമായത്. വയറൊഴിഞ്ഞ് വായയും കഴുകി നേരെ ബെഡിൽ കയറി കിടന്നു. എന്നും രാത്രി ഇപ്പൊ ഐഷുവിന് ഓരോ ഡിഷ് വേണമെന്ന് പറയും. 1 മണിക്കൂറിനുള്ളിൽ ധ്രുവ് കൊണ്ടുവന്ന് കൊടുക്കും. അത് അതുപോലെ തന്നെ ഛർദ്ദിച്ച് കളയുകയും ചെയ്യും. മാസങ്ങൾ ഓടി മറഞ്ഞു. ഐഷുവിന് ഇന്നത്തേക്ക് 9ാം മാസമാണ്. 7ാം മാസം ചടങ്ങിൽ ഐഷുവിന് ഒരാഴ്ച മാത്രമേ ചെറുക്കൻ വീട്ടിൽ നിർത്തിയുള്ളൂ. ചെറുക്കന് പെണ്ണില്ലാതെ ഉറക്കം വരില്ലെന്ന് വീട്ടുകാരൻ സമ്മതം പറഞ്ഞു. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, ഡെലിവറി കഴിഞ്ഞ് ഐഷുവിന് 28 ആകും വരെ കാണാനേ പാടില്ല. കുഞ്ഞിനെ വന്ന് കാണാം. അത് കഴിഞ്ഞ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഐഷുവിനെ കാണണം എന്ന ചെക്കൻ്റെ അടുത്ത ഡിമാൻഡിൽ കൃഷ്ണന് സമ്മതിച്ചു. 9ാം മാസം ആയതിനാൽ മാലതിയും കൃഷ്ണനും അപ്പുവും കൃപത് മാഷനിൽ തന്നെയാണ് താമസം. പെട്ടെന്ന് വരാൻ പറ്റിയ സാഹചര്യമല്ലാത്തതിനാൽ അലോക് അവരെ വിടാൻ ഉദ്ദേശിച്ചില്ല. ഐഷു ആണെങ്കിൽ പാതിരാത്രി ഓരോന്ന് വേണമെന്നും പറഞ്ഞ് ധ്രുവിനെ പറഞ്ഞുവിടും. ഇപ്പൊ വീട്ടിൽ ധ്രുവ് ഐഷു അറിയാതെ, എന്തിന് കിച്ചു പോലും അറിയാതെ ഒരു കുക്കിനെ വെച്ചു. അവളെപ്പം എന്ത് വേണമെന്ന് പറഞ്ഞാലും 1/2 മണിക്കൂറിനുള്ളിൽ സാധനം കൊണ്ടുവന്ന് കൊടുത്തിരിക്കും. പെണ്ണിനോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അവൾ അവനായിട്ട് വട്ട് കളിപ്പിക്കുമ്പോൾ അവൻ അതിൽ MB എടുത്ത മുതലാണെന്ന് അവൾ ഓർക്കണമായിരുന്നു. പെട്ടെന്നാണ് ഐഷു വിയർത്ത് കുളിച്ച് വേഗം എഴുന്നേറ്റത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഐഷു അച്ചു ഒന്ന് മയങ്ങാൻ കയറിയതായിരുന്നു. ആ ഐഷുവിന്റെ നിലവിളിയിൽ താഴെ ലാബിൽ നോക്കിയിരുന്ന ധ്രുവ് വേഗം ഓടിയെത്തി. എന്താ ബാബി, വേദന തുടങ്ങി ഉണ്ണി, വേഗം കാറെടുക്ക്. ധ്രുവ് ഐഷുവിനെ ഒന്ന് നോക്കി വേഗം അവളെ എടുത്ത് സൂക്ഷിച്ച് താഴേക്ക് പാഞ്ഞു. അലോക് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതും ധ്രുവും അച്ചുവും കിച്ചുവും കയറി കാർ നേരെ ഹോസ്പിറ്റൽ വിട്ടു. ഹോസ്പിറ്റലിലെത്തിയതും നേരെ ഡെലിവറി റൂമിലേക്കാണ് കൊണ്ടുപോയത്. 1-2 മണിക്കൂറിന് ശേഷം ഒരു നേഴ്സ് റോസ് കളർ ടർക്കിയിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞു മാലാഖയെ കൊണ്ടുവന്നു. ഐശ്വര്യ, നേഴ്സ് വിളിച്ചതും ധ്രുവ് വേഗം അങ്ങോട്ട് നടന്നു. പെൺകുട്ടിയാണ്, നേഴ്സ് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കൈമാറി. അവൻ കുഞ്ഞിനെ ഒന്ന് നോക്കി നെറുകയിൽ ഒന്ന് ചുംബിച്ചു. നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. അച്ചു സന്തോഷം കൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. തൻ്റെ കുഞ്ഞ്. ബാബി, ധ്രുവ് വിളിച്ചതും അച്ചു തിരിഞ്ഞു നോക്കി. അവൻ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. വിറയാർന്ന കൈകളാൽ അച്ചു കുഞ്ഞിനെ വാങ്ങി മാറോട് അണച്ചു പിടിച്ചു. പതിയെ ഏങ്ങിക്കരഞ്ഞുപോയി. ദശൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കോള് വന്നതും വേഗം പാഞ്ഞെത്തി. ദിശേട്ടാ, അഹി, നമ്മുടെ മോള്. അവനും അവളുടെ കയ്യിലിരിക്കുന്ന പൊന്നോമനയെ നോക്കി നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ഒരിറ്റ് കണ്ണുനീർ
അവൻ്റെ കണ്ണിൽ നിന്നും കുഞ്ഞിൻ്റെ നെറുകയിൽ വീണു. അതറിഞ്ഞതും കുഞ്ഞ് കണ്ണുകൾ തുറന്നു നോക്കി. ദശിനെ തന്നെ നോക്കി നിൽക്കുന്ന കുഞ്ഞിനെ കാണെ ദശ് അവളെ നെഞ്ചോടടുക്കി പിടിച്ചു. പതിയെ കിച്ചു അലോക് എടുത്ത് ഓരോ ഉമ്മകൾ നൽകി. പിന്നീട് മാലതി, കൃഷ്ണനും അപ്പുവും കുഞ്ഞിന് നേഴ്സിന് തിരികെ നൽകി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞതും ഐഷുവിനെ മുറിയിലേക്ക് മാറ്റി. ധ്രുവ് തൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കി. മുഖമാകെ ക്ഷീണിച്ച് കണ്ണുകൾ അടച്ചു കിടക്കുകയാണ്. ഇടയ്ക്ക് മുഖം ചുളിക്കുന്നുണ്ട്. വേദന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇഷ തലയിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ മൂടി. അവളെ അങ്ങനെ കാണാൻ കഴിയില്ല അവനെ. ഐശ്വര്യ 3 ദിവസം കഴിഞ്ഞതും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നേരെ ഐശ്വര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ധ്രുവും അച്ചുവും ദശു അച്ചുവിൻ്റെ വീട്ടിലാണ്. എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 പേരും വാവയെ കാണാൻ പോകും. പക്ഷെ ധ്രുവിന് തൻ്റെ പെണ്ണിനെ മാത്രം കാണാൻ സാധിച്ചില്ല. പാത്തും പതുങ്ങിയും കാണാൻ പോകും. അത് കയ്യോടെ കൃഷ്ണനും പൊക്കും. ചെക്കന് പിന്നെ കുലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ കേട്ടു നിൽക്കും. അച്ചു പറഞ്ഞതിനെ തുടർന്ന് ചെക്കൻ പിന്നെ ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല. ഇടയ്ക്ക് അലോകും കൃഷ്ണയും ദാദിയും വന്ന് കണ്ടുപോകും. ഇന്നാണ് കുഞ്ഞിൻ്റെ 28. എല്ലാവരും വന്നിട്ടുണ്ട്. കുഞ്ഞിനെ വെള്ളം മുണ്ടുടുപ്പിച്ചിരുത്തിയിട്ടുമുണ്ട്. ധ്രുവാണെങ്കിൽ ഡോറിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവസാനം ഡോർ തുറന്ന് ആദ്യം മാലതി വന്നു, പിന്നെ അച്ചു. പുറകെ വരുന്നവളെ കാണേ ധ്രുവ് ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ട് അവൾ നോക്കി നിന്നു. മയിൽപ്പീലി കളർ സെറ്റുമുണ്ട്, അതേ കളർ ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത്. നേരത്തെ കണ്ടതിനേക്കാൾ കൂടുതൽ വെളുത്ത്, കവിളൊക്കെ നല്ല പോലെ ചാടിയിട്ടുണ്ട്. കൂടെ ചുവന്ന നിറവും. ശരീരം വണ്ണം വെച്ചിട്ടുണ്ട്. വണ്ണം വെച്ചപ്പോൾ കുറച്ച് കുഞ്ഞായതുപോലെ തോന്നിയവന്. ഐഷ് മുഖം ഉയർത്തി നോക്കിയതും തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നവനെയാണ് കണ്ടത്. അത് കണ്ട് അവളൊന്ന് ചിരിച്ച്. വീർത്ത കവൾ ഒന്നുകൂടി വീർത്തു. അവൻ അവളെ പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. ഐശ്വര്യ പെട്ടെന്ന് നാണം വന്ന പോലെ. മറ്റുള്ളവർക്കതൊന്നും തോന്നിയില്ല. പെണ്ണിനറിയില്ലല്ലോ ചെക്കൻ എന്തൊക്കെ തരകട കാണിച്ചിട്ടുണ്ടോ എന്ന് കാണാനെന്ന്. ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ അത്ഭുതം എന്നാ ബാക്കിയുള്ളവർക്ക് തോന്നിയത്. ഐശ്വര്യ പെട്ടെന്ന് നാണം വന്ന പോലെ. മറ്റുള്ളവർക്ക് അതൊന്നും തോന്നിയില്ല. പെണ്ണിനറിയില്ലല്ലോ ചെക്കൻ എന്തൊക്കെ തരകട കാണിച്ചിട്ടുണ്ടോ എന്ന് കാണാനെന്ന്. ഇതെങ്കിലും ചെയ്തില്ലേ അത്ഭുതമുള്ളൂ എന്നാണ് ബാക്കിയുള്ളവർക്ക്. ആ മതി രണ്ടും കെട്ടിപ്പിടിച്ചത്. രണ്ടുപേരും ഇവിടെ വന്നിരുന്നേ. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വിളക്കിന് മുന്നിൽ വന്നിരുന്നു. വെറ്റിലെ അടയ്ക്കും കൂടി കുഞ്ഞിന്റെ ചെവിയിൽ വെച്ച് ധ്രുവ് പേരിട്ടു. ഈശ്വിക ധ്രുവിഷ്. എല്ലാവരുടെയും ഇച്ചൂട്ടി. ദശിന്റെ മാത്ര വിഷു ഇഷുമോള്. ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഐഷു കുഞ്ഞിന് മുറിയിലിരുന്ന് പാലൂട്ടുമ്പോഴാണ് പെട്ടെന്ന് ഡോറടക്കുന്ന ശബ്ദം കേട്ടത്. ഉണ്ണിയേട്ടാ, എന്തീ കാണിക്കുന്നേ? അവൻ അവളെ തന്നെ നോക്കി. നേരത്തെ കൊടുത്ത സാരിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നെയ്റ്റിയാണ് ഇട്ടിരിക്കുന്നത്. അതിലൊന്നും കൂടി ഭംഗി കൂടി. അവളുടെ ചുണ്ടിന് കുറുകെ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും പതിയെ മേടിച്ചുകൊണ്ട് സാവകാശം ബെഡിൽ കിടത്തി. എന്നിട്ട് ഐശ്വനെ കെട്ടിപ്പിടിച്ചു. ഒരിറ്റ് കണ്ണുനീരൊഴുകി അവളുടെ മുടി ഇടുക്കിൽ വീണു. എന്താ? ഐശ്വ ആ കുഞ്ഞു കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല, അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടിനെ അപ്പാടെ വലിച്ചു ചുംബിച്ചു. പതിയെ അവളും അത് ഏറ്റുപിടിച്ചു. രണ്ടുപേരും അവരുടേതായ ലോകത്തേക്ക് ചേക്കേറി. 5 വർഷങ്ങൾക്ക് ശേഷം ക്രിബിത് മാൻഷനിൽ ഒരു വലിയൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുങ്ങുകയാണ്. വിഷുവിൻ്റെ 5ാം പിറന്നാൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ദാദി മരിച്ച് 1 മാസം തികയും മുന്നേ ദാദയും മരിച്ചു. സഞ്ജയും അഹിയും വന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ വാഞ്ഞരപ്പടകളും കിച്ചു, കാർത്തി, ഗീതു, അന്നമ്മ. ഇതിൽ നമ്മുടെ അന്നമ്മയെ നമ്മുടെ സത്യദേവ് IPS അങ്ങ് കെട്ടി. ചെക്കൻ അന്ന് കല്യാണത്തിന് വന്നപ്പോഴേ ഒരു ചെറിയ സ്പാർക്ക് കിട്ടി. ചെക്കൻ വേഗം അവൾ വീട്ടിലെ ഡീറ്റെയിൽസ് എടുത്ത് വീട്ടിൽ പോയി ചോദിച്ചു. അവർക്ക് 100 വട്ടം സമ്മതം. ദശിന്റെയും അച്ചുവിന്റെയും കൂടെ ഒരു മാലാകയെ പോലെ വരുന്ന തന്റെ മകളെ കാണെ ധ്രുവിലും ഐശുവിലും സന്തോഷ കണ്ണുനീർ നിറഞ്ഞു. ഡാഡ് ദശിനെ വിളിച്ചതും അമ്മ അച്ചുവിനെ വിളിച്ചതും വലിയൊരു കേക്കിന് മുന്നിൽ അവളെ കൊണ്ടുവന്ന് നിർത്തി. അവരുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്തു. ഇരുവർക്കും വിഷു ഒരുമിച്ച് കേക്ക് വായിൽ വെച്ചു കൊടുത്തു. അതുപോലെ അവരും. പപ്പ, മമ്മ. ധ്രുവിനെയും ഐശ്വനെയും വിളിച്ചത് അവരും ഒരുമിച്ച് വായിൽ കേക്ക് വെച്ചു കൊടുത്തു. പെട്ടെന്നാണ് അച്ചു തലകറങ്ങി വീണത്. ദശ് വേഗം അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് ഓടി. കൂടെ ധ്രുവ്. ഡോക്ടറിനെ വിളിക്കാനും മറന്നില്ല. എല്ലാവരും പരിഭ്രമത്തോടെ ഇരുന്നു. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതും ദശ് വേഗം അവരുടെ അടുത്തേക്ക് വന്നു. കൺഗ്രാറ്റ്സ് ദശ്, ഷീസ് കെയറിങ്. ദശിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ദൈവം കൈവിടില്ലെന്ന്.
താങ്ക് യു ഡോക്ടർ. വാർത്ത അറിഞ്ഞതും സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു. ദൈവത്തോട് നന്ദി പറഞ്ഞു. എന്താ ഡാഡ്, അമ്മയ്ക്ക് എന്താ? ഇഷു വന്ന് ചോദിച്ചതും ദശ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് അവളോട് പറഞ്ഞു, അമ്മക്ക് ദേ ഇവിടെ ഒരു കുഞ്ഞുവാവ് വരാൻ പോകുന്നു. ആണോ? കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. അതെ അമ്മ. അവൾ വേഗം അച്ചുവിന്റെ അടുത്തെത്തി കവളിലും നെറ്റിയിലും ഉമ്മകൾ നൽകി. അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കൂടെ ദശിന്റെയും. അങ്ങനെ പുതിയ അതിഥിയെ വരവേൽക്കാൻ ഒരുങ്ങി. ഇനി തുടരില്ല. ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അവർ ജീവിക്കട്ടെ ഒരിക്കലും പറ്റാത്ത സ്നേഹത്തോടെ എന്നും. കൂടെ രാക്ഷസ പ്രണയം എന്ന ഈ സ്റ്റോറിക്ക് ഇത്രയും സപ്പോർട്ട് നൽകി നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നാളെ പുതിയൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്നേഹാർദ്രം. രാക്ഷസ പ്രണയത്തിനും അതുപോലെ നമ്മുടെ മറ്റുള്ള സ്റ്റോറികൾക്കും നൽകിയ പോലെ സപ്പോർട്ട് നിങ്ങളിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്നേഹാർദ്രത്തിൽ വീണ്ടും കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഷിക. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വോയിസ് ആദ്യം തന്നെ ഇടുന്നത്. അതായത് ഇനി മുതൽ എല്ലാ മാസവും നമ്മളുടെ ചാനലിൽ 1-ാം തീയതി ഒരു വിന്നറെ അനൗൺസ് ചെയ്യും. അതായത് ആ കഴിഞ്ഞ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിടുന്ന സ്റ്റോറീസിന് ലൈക്ക് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുമായ ഒരു വ്യക്തിയെ നമ്മൾ എല്ലാ മാസവും സെലക്ട് ചെയ്യും. ആ ഒരു വ്യക്തിക്ക് 500 രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് കൊടുക്കും. അപ്പോൾ എല്ലാവരും, നമുക്കിപ്പോൾ 4 ചാനലുണ്ട്. അതിൽ പ്രണയമയൂരിയിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. തുടർന്നുള്ള മാസങ്ങളിൽ നമ്മുടെ മറ്റു ചാനലിലേക്കും നമ്മളിത് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ച് നമ്മുടെ മറ്റ് 3 ചാനലിലേക്ക് നമ്മളിത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് തുടങ്ങാൻ പോകുന്ന പ്രണയമയൂരിയിലാണ്. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക. ഈ ഏപ്രിൽ 1-ാം തീയതി നമ്മൾ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ മെയ് 1 തൊട്ട് നമ്മുടെ രാക്ഷസ പ്രണയമായിരുന്നല്ലോ പോയിക്കൊണ്ടിരുന്നത്. ആ രാക്ഷസ പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇട്ടിട്ടുള്ള, ലൈക്ക് ചെയ്തിട്ടുള്ള, സബ്സ്ക്രൈബഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മളൊരാളെ സെലക്ട് ചെയ്യും. അയാൾക്ക് നമ്മൾ 500 രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതാണ്. 1-ാം തീയതി ആയിരിക്കും നമ്മളത് കൊടുക്കുന്നത്. നമ്മൾ നാളെ മോർണിംഗ് ആ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യും. അത് നമ്മുടെ ചാനലിൽ കൂടി തന്നെ പറയുന്നതാണ്. ആ വ്യക്തിയെ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുന്നതുമാണ്. എല്ലാവരും മറക്കരുത്, നമ്മുടെ എല്ലാ വീഡിയോസിനും അടിയിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇതിൽ വിന്നറായിട്ട് വരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മറക്കരുത്, നാളെ 10 മണിക്ക് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ്. ആ വ്യക്തിയെ ഞാൻ നേരിട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം.